हेलो दुटे आरना क्या हाँ बोलो बोलो शीतल है मेरा नाम शीतल है क्या आवश्यक है हेलो वेट करो मंडो ഇവിടെ പറഞ്ഞാണ് അതെ ഡ്രസ്സിനോ ഡ്രഗ്സിനോ ഹിന്ദിയാണ് എന്തുട്ടോ പറഞ്ഞു നോക്കത് ഹിന്ദിയാണെന്ന് എന്തിനും പറയാറുണ്ട് ഒരു മിനിറ്റ് 1 മിനിറ്റ് പോലീസൊക്കെ പറയണ ചോദിച്ചു ഹിന്ദിയാണെന്ന് हिंदी आर्क अरे हिंदी എന്താ പറയണ്ട हिंदी निकल शरी करना हेलो क्या हाँ शीतल मेरा ब्रदर इन लॉ बिजनेसमैन इन केरला बोले ठीक है मेरा बोलिए शीतल का बोलिए सर ठीक है सर ठीक है മണ്ടു ആകെ പ്രശ്നമായല്ലോ അളിയനെ ആരെങ്കിലും വല്ല പാർസൽ അയച്ചിട്ടുണ്ടാ പിന്നെ നമുക്ക് ഇതിന്റെ പാർസൽ വരല്ലേ ഡ്രസ്സിന്റെ ആകെ പെട്ടിരിക്കയാണ് ഇതിപ്പോ ഡൽഹി പോലീസ് CI വിളിച്ചത് അളിയന് വന്ന പാർസൽ അവിടെ പരിശോധിച്ചപ്പോ അതില് MDMA പിടിച്ചെന്ന് മയക്കുമരുന്നാണ് അപ്പൊ അളിയൻ വെർച്വൽ അറസ്റ്റിലാണ് എന്തുട്ടി പറഞ്ഞത് ആകെ പ്രശ്നമാണ് അകത്ത് പോയി ഏത് നിമിഷവും പോലീസ് വരൂടാ നമ്മ അറിഞ്ഞില്ലെങ്കിലും ഇടയെന്നൊക്കെ ആളുകൾ കേറ്റാന്ന് ഇപ്പൊ MDMA പിടിച്ചേക്കണ വെട്ടം കാണൂല അളിയ ഇനി ആയുസില് ഏത് നിമിഷവും പോലീസ് വരും ഇവിടെ നിക്കല്ലേ അകത്തോട്ട് കേറിപ്പോ അത് മയക്കുമരുന്ന് കച്ചവടമാണെന്ന് എന്റെ മണ്ടു നീ പോയി എന്താണ് സത്യം ചോദിക്ക് എന്റെ ദൈവമേ കൊറേ ദിവസമായി കോംബോ എന്ന് പറയണു മയക്കുമരുന്നും തുണിയും അതായിരിക്കും അളിയന്റെ കോംബോ കസവും മുണ്ടും സിൽക്കിന്റെ ഷർട്ടും ഇട്ട് നിക്കണണ്ടപ്പ ഞാൻ ഓർത്താണ് എന്റെ ദൈവം ഈ നേരത്തെ തന്നെ ഇങ്ങോട്ട് വരാൻ തോന്നിയല്ല SI ആണ്ട് जी हाँ अभी करेगा सर अभी करेगा ഓക്കെ സർ ഓക്കെ അളിയ ഇപ്പൊ അവിടുന്ന് വിളിക്കും CI എന്ത് ചോദിച്ചാലും സത്യസന്ധമായിട്ട് ഉത്തരം പറയണം ഞാൻ ചെയ്തിട്ടില്ല എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോ അവര് കയ്യോടെ പിടിച്ചേക്കാണ് തൊണ്ടി മുതല് അളിയ ഞങ്ങളോടും നാട്ടുകാരോടും പറയണ പോലെ അവരോടും നുണ പറയാൻ നിൽക്കരുത് ഞാൻ എന്തൊട്ട് പറഞ്ഞ ഉള്ള കാര്യല്ലേ പറഞ്ഞ ഇപ്പൊ അളിയന്റെ പേരിൽ വന്ന പാർസലിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചത് ആണോ അങ്ങനെയാണെന്നാണ് അവര് പറയണത് എത്ര കൊല്ലമായി തുടങ്ങിയിട്ട് നീ എന്തൊന്നും അറിയാത്ത മാതിരി സംസാരിക്കണ ഏതായാലും അളിയനകത്താണ് ഈ നോണയും കൂടി പറഞ്ഞിട്ട് അതിന്റെ ശിക്ഷയും കൂടി ഏറ്റുവാങ്ങണ്ട ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി 10-20 കൊല്ലം കൊടുക്കും അപ്പൊ അളിയന് 10-75 വയസ്സാവും നമ്മളിവിടുന്ന് പോണില്ലല്ലോ എവിടേക്ക് പോണ്ട അവര് വന്ന് കൊണ്ടുപോയിക്കോളും സമയമായി വിളിക്കുമ്പോ എവിടെ ഇപ്പൊ അളിയനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ അതിന്റെ മുമ്പിൽ പെടാൻ നിൽക്കണ്ട നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു മയക്കുമരുന്ന് കച്ചവടം ഇതുവരെ ഇല്ല അളിയൻ എന്താണ്ടായെന്ന് വെച്ചാൽ അങ്ങോട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു അളിയെന്ന് എനിക്കറിയാലോ ഞാൻ അളിയൻ വല്ല സംഭവം ചെയ്തിട്ടുണ്ടാ അളിയ അത് നമ്മുടെ മുമ്പിൽ ഇപ്പൊ അളിയൻ പെട്ട് അളിയനെ ഏതായാലും അകത്താണ് ഇനി അതിന്റെ മുമ്പിൽ വന്ന് ഞങ്ങളും കൂടി പെടണ അല്ല വേണ്ടെന്ന് ഹിന്ദി പറയുമ്പോ എനിക്കറിയില്ല അളിയ അവര് മലയാളം അറിയാവുന്ന ആളെയും കൂടി ഇരുത്തിയിട്ടുണ്ട് അളിയൻ പറയണ അവര് തർജ്ജമ ആൾക്കാരന് കാണാൻ പറ്റുമോ പിന്നെ കാണാൻ പറ്റില്ലേ അളിയൻ അവർക്കും കാണാം ഇത് വെർച്വൽ അറസ്റ്റാണ് എന്റെ മണ്ടു ഇതിന് പരോള് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല നമ്മുടെ കാര്യം ഒരു ധൈര്യത്തിൽ എന്റെ കൂടെ ഒന്ന് നിൽക്കുമണ്ടോ നീ അങ്ങനെ നിൽക്കാൻ പറ്റില്ല അളിയ ഇത് MDMA ആണ് പിടിച്ചേക്കണത് തുണിയല്ല അതെ അവര് വിളിക്കുന്നുണ്ട് ഹലോ സാർ ഓൾറെഡി സെറ്റ്
कॉल करो कॉल करो हाँ शीतलाया कॉल करो ठीक है सर നീ ഒന്ന് നിക്ക് അളിയ ഇത് വെർച്വൽ അറസ്റ്റ് ആണ് അളിയനെ അറസ്റ്റ് ചെയ്ത് ഇത് ചോദ്യം ചെയ്യലാണ് ഇവിടെ ആരും നിക്കരുത് നിങ്ങൾ ഒറ്റക്ക് കിട്ടണോന്നാണ് അവര് പറയണത് അതെ മാറാൻ പറ്റില്ല അവര് ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പറയാൻ ഞാൻ പറഞ്ഞില്ലേ ചെയ്തു പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരോട് കാല് പിടിച്ച് പറ ഞാനിങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാം ഇപ്പൊ ഒരു 10-30 കൊല്ലം തടവ് കിട്ടേണ്ട ഒരു കേസ് റെഡിയാണ് കുഴപ്പമില്ല അത് പെട്ടെന്ന് പോകൂലേ കണ്ണടച്ചു തുറക്കണേന് ഇല്ല ചോദ്യം വന്നേ ഇവിടെ നിൽക്കതേ വിളിക്കും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അവര് പറഞ്ഞില്ലേ എല്ലാവരെയും കൂടി കൊണ്ടുപോകണം നീ പോയാ പുറത്തോട്ട് ഒരു 10 മിനിറ്റ് കണ്ണി കണ്ടത് ചെയ്തു വെച്ചിട്ട് എണീറ്റ് ഓടരുതട്ടാ हेलो हाय शीतल साहब मेरा नाम मनमोहन सिंह मैं दिल्ली पुलिस का सर्कल इंस्पेक्टर हूँ तुम्हारे नाम में एक कंप्लेंट मिला है तुम्हारा वो कपड़े का लोड है उसके अंदर MDMA मिला है वो गाड़ी सब कुछ इधर है प्यार तुम्हें समझा मैं क्या बोला नहीं सर हिंदी मालूम है हिंदी नहीं इല്ല You know English you know English ഇല്ല സാറേ you don't know English do no so you Madrasi മദ്രാസ് നമ്മുടെ ഇവിടുന്ന് ഒരു കുറച്ചും കൂടി ദൂരമുണ്ട് ഇത് കേരളാണ് കേരളം മലയാളി നീ ബഹളം ഉണ്ടാക്കല്ലേ ओके शीतल मैं तमिल में बोलेगा तमिल मालूम है ഹിന്ദി നമ്മളങ്ങാടി എന്നാകെ പ്രശ്നമാകും शीतल നിങ്ങൾ കേരളത്തിൽ இந்த ഡ്രസ് വ്യാപാരം നടത്തുന്ന ആള് അതെ സാറേ നമുക്ക് ഡ്രസ്സിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് നിങ്ങളുടെ இந்த ഡ്രസ്സിന്റെ ലോഡ് വന്നതിന്റെ ഉള്ളില് മയക്കുമരുന്ന് ഹെവി മയക്കുമരുന്ന് അതായത് MDMA അതിനുള്ളിൽ കൂടി നിങ്ങൾ കടത്തി പാകിസ്ഥാനിലേക്ക് വിടാൻ ശ്രമിച്ചു പാകിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് സ്വാമി അല്ല സാറേ അങ്ങനെ ഒരു പരിപാടി മുതലാണ് പറഞ്ഞേ ശീതൽ സാറേ നിങ്ങൾ കേരളത്തിൽ ജൗളി വ്യാപാരം പണ്ണുന്ന ആള് ഞാൻ തുണിയുടെ പരിപാടിയാണ് அதுதான் ஜவுளி உங்கள் ஒரு லோடு அங்க டெல்லியில இருந்து கேரளாவிലേക്ക് ஒரு லோடு Dress அனுப்பி இருக்கா yes or no बोलो yes or no बोलो yes ஆமா தானா அத ഞാൻ Dress കൊണ്ടുണ്ട് சரி அந்த Dress லோடுக்குள்ள அதுக்குள்ள இங்க ഭീകരமான മയക്കുമരുന്ന് MDMA அதுக்குள்ள கடத்தி இருக்கு നോക്കി എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഈ തുണിയുടെ കച്ചവടം അല്ലാണ്ട് വേറെ പരിപാടി ചുപ്ചാപ്പ് ആയിട്ടോ ഞാൻ എന്ത് ചോദിക്കുന്നു അതിന്റെ ആൻസർ പറയൂ ഞാൻ പറയുന്നതാണ് ശീതൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നൗ യു ആർ അണ്ടർ വെർച്വൽ അറസ്റ്റ് നിങ്ങളെ ഞങ്ങൾ ഡൽഹി പോലീസ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ശീതലായിട്ടിനെ വെർച്വൽ അറസ്റ്റ് ചെയ്തേ തുണിയുടെ മറവിൽ ഇങ്ങ MDMA പാകിസ്ഥാൻ ടെററിസ്റ്റുക്ക് കടത്തി ഇருக்கு നമ്മളതിന് പോയിട്ടില്ല നമ്മളവിടുന്ന് കയറ്റി വിടുക இங்க உங்களோட லோடு வந்ததுல ഞങ്ങൾക്ക് அந்த ஃபுல் MDMA கிடைச்சிருக்கு நீங்கள் எத்தனை
വർഷമായി இந்த ബിസിനസ് പண்ற? സാർ നമ്മളെ അച്ഛന്റെ കാലം മുതലുള്ള കടയാണ്. അപ്പൊ അച്ഛൻ ഇന്ത ബിസിനസ്. അപ്പൊ അച്ഛന് അതെ, അച്ഛൻ മരിച്ചൊരു കാലം കൂടെ ഞാൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ പാരമ്പര്യമായിട്ട് MDMA ബിസിനസ് കൈമാറി വന്നിട്ട് ഇരിക്കുന്ന ആൾക്കാർ അല്ലേ? ഓ, ഇറ്റ്സ് ഹോറിബിൾ. അയ്യോ സാർ നോക്കി, ഞാൻ എനിക്ക് ദൈവസത്യം 25 വർഷം നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി നോക്കി നമ്മളങ്ങനത്തെ किधर जा रहा है तुम? उधर बैठो. You are under arrest. Don't move at all. हाँ. സാർ ഒരു അത് കുഴപ്പമില്ല, കച്ചവടായിക്കോ. മൂപ്പര് പറഞ്ഞിട്ട് കൂട്ടിയാ മതി. ആ ശരി. എവിടെടാ നിന്റെ ബ്രോക്കർ? ഇപ്പൊ വരും, നിങ്ങൾ ടെൻഷൻ അടിക്കില്ലേന്ന്. അല്ലാതെ എനിക്ക് വേറെ അത്യാവശ്യ പരിപാടികളുണ്ട്, അതല്ലേ. ഇത് കഴിഞ്ഞാൽ ഇതല്ലേ വലിയ അത്യാവശ്യം. നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ എത്ര സ്ഥലത്തിലുള്ളത്? ഇതിപ്പോ നമുക്ക് 15 സെന്റ് സ്ഥലമുണ്ട്, ഈ വീടുണ്ട്. വീട് നല്ല പഴക്കമുള്ള വീടാണല്ലോ അല്ലേ? അത്ര പഴക്കൊന്നുമില്ല, ഒരു 8-10 വർഷം അത്രേ ഉള്ളൂ. 10 വർഷത്തെ പഴക്കല്ലേ? 10 വർഷം മുമ്പ് ഞാൻ 70 ലക്ഷം റുപ്യക്ക് വെച്ച വീടാണ്. 15 സെന്റും വീടും. എത്ര പറഞ്ഞേ? ഇപ്പൊ ഞാൻ 1 രൂപ പറഞ്ഞത്. 1.20? 20 പറഞ്ഞേ. 1.20 ബൈപ്പാസിന്റെ സൈഡിൽ നല്ല വീടും സ്ഥലം കിട്ടാണ്ടെന്ന്. അതൊക്കെ കിട്ടണ്ടാവും, പക്ഷെ എന്റെ മുതൽ എനിക്ക് വരെ പറയാലോ. അല്ല, സ്ഥലത്തിന് നമുക്ക് വിലടാ. വീട് നിങ്ങൾ ആ വില നോക്കണം. വീട് സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആയി. അതല്ലേ ഇപ്പൊ ഈ വണ്ടി നോക്കി നിങ്ങള് ബെൻസ്, ഞാൻ മേടിക്കുമ്പോ 1 കോടിയാണ്. ഇപ്പൊ 40 രൂപ കിട്ടൂലേ? അത് പറഞ്ഞിട്ട് കാര്യം. അതുപോലെയല്ലോ വീട്. വീടിന് പഴക്കം വരില്ലേ? അല്ല, ഇവിടെ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ടേ. ആണോ? സർവേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, ഒരു 85 രൂപ എടുത്ത് മറിച്ചാവും. 85 രൂപ നടക്കില്ല, 1 രൂപയാണെങ്കിൽ നമുക്ക് മുറിക്കാം. എന്താ അങ്ങോട്ട് പറയണേ? കച്ചവടത്തിനൊക്കെ ഒരു നേരും നേറിയില്ലേ? അല്ല, എന്താ പ്രശ്നം വെച്ചാലേ, എന്താ ഇതിപ്പോ വിൽക്കാൻ കാരണം താങ്കള്? അല്ല, വിൽക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അത് കാരണമാണ്. എന്തേ സൂക്കട് വല്ലതും ഉണ്ടോ? സൂക്കടൊന്നും അല്ല. ഞാനെന്താ വെച്ചാൽ ഒരു അത്യാവശ്യം ഈ കോൺട്രാക്ട് പരിപാടിയൊക്കെ എടുത്ത് നടന്നിരുന്ന ആളാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോയി. അപ്പൊ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അന്ന് തന്നെ ഒരുത്തം വന്നൊരു വെളിച്ചെണ്ണ വാങ്ങിച്ചോണ്ട് പോയി. എന്നിട്ട് ആ വെളിച്ചെണ്ണയില് മായാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കേസ് കൊടുത്തു. നിങ്ങളാ വാങ്ങിക്കളത്തി? ഞാനൊന്നല്ല, ഞാനെന്താ അത് കമ്പനി ഇറക്കണ സാധനല്ലേ. ശരി. സൂപ്പർ മാർക്കറ്റ് പൂട്ടിയില്ല, നടന്നു പോകണ്ടപ്പോഴും കേസുണ്ട്, കേസിലാണ്. ശരി. അപ്പൊ ഞാൻ ആ കേസ് നടത്തിക്കളയാൻ തീരുമാനിച്ചിട്ടാ. അതിന് കുറച്ച് കയ്യല്ലോ പൈസ പോകും. അപ്പൊ ഞാൻ വീട് വിറ്റിട്ടാലും കുഴപ്പമില്ല, കാരണം നമ്മള് നിരപരാധിയാന്നുള്ള നാട്ടുകാർ മുമ്പിൽ തെളിയിക്കണം. അപ്പൊ അങ്ങനെയാണ് കഥ. അതെ. അസർബേ, മൂപ്പർക്ക് കേസൊക്കെ നടത്താനുള്ള ഒരു 90 രൂപ. അങ്ങനെ പറയരുത് പ്ലീസ്. 90 രൂപ നമ്മൾ ഉറപ്പിച്ച് ഒരു കാര്യം. 95 അഡ്വാൻസ് കൊടു. 95 വെക്കത് എന്തെന്നാ അഡ്വാൻസ് കൊടു. ഈ 90-ന് ഒരു പണിതോ ഇവിടുന്ന് എടുക്കണം. അത് AC ഇല്ലേ റൂമില്? AC ഒക്കെ എന്തിനാ നമ്മൾ ഈ ചൂടത്തിക്കണ്? ഭയങ്കര ചൂട് പേര്. ഞാനിതാ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അല്ലെങ്കിൽ അതല്ല, 5 രൂപ കൂട്ടി തന്നെങ്കി ഇവിടെ പാർട്ടിക്ക് സാധനം കുടിച്ചു കൊടുക്കുമ്പോ സാധനം കാണണ്ടേ? എന്റെ മൊയ്തു തന്നെ അന്നാണ് തുടങ്ങണത്. മനസ്സ് നമ്മളിങ്ങനെ മനസ്സും ശരീരമൊക്കെ ഇങ്ങനെ ബിസിനസിന്റെ ഇതിൽ ചൂടായിരിക്കുമ്പോ ഇതൊക്കെ ഒന്ന് തണുപ്പിക്കണ്ടേ? നിങ്ങളൊക്കെ കഴിക്കണ കാണുമ്പോ തന്നെ എന്റെ മനസ്സിനറിയാം നമുക്ക് ലഹരി വരിക. അപ്പൊ കഴിക്കണയിൽ മാത്രം മാറി നിൽക്കും, പങ്കിടുമ്പോ മുന്തിയ പങ്ക് വേണം. നമ്മുടെ മൊയ്തു ഇല്ലടാ. എന്താ മൊയ്തു? അവനും കൂടി കഴിക്കായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പൊ ബാറിൽ പോയിരുന്നില്ലേ? ഇവരെ പറഞ്ഞു വെച്ചിട്ട് വേണം നമുക്ക് ബാറിൽ പോവാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാരും എന്നും ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാല് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നമ്മളിപ്പോ ഇന്ന് ചെയ്ത 10 കോടിയുടെ അല്ല, നമ്മൾ 100 കോടിയുടെ ബിസിനസ് ചെയ്യും. പക്ഷെ ഒരുമിച്ച് നിക്കണം. നമ്മളറിയേണ്ട 2 ഡീല് മന്മത വേറെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ അറിയാമോ? അത് ഓൾറെഡി നേരത്തെ സംസാരിച്ചു വെച്ചതാണ്. അല്ല, അതും കൂടെ കഴിഞ്ഞു. പിന്നെ ഒരുവിധം വെള്ളമുണ്ടുള്ള എല്ലാ തെണ്ടികളും ഇപ്പൊ ബ്രോക്കറാണ്. ഇടാൻ നോക്കിയ പാൻറ്റെല്ലാം ഉണങ്ങിയായിരുന്നു. നീ അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞത് ഓട്ടോ. നിന്നെ എനിക്ക് അറിയാം. ഇനി ഈ നാട്ടില് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിട്ട് വേറെ ഒരുത്തനും തല പൊക്കരുത്. ഇല്ല, 4 ഉണ്ടാവുള്ളൂ. ആരെങ്കിലും വന്നാൽ നമ്മള് മുളയിലെ നുള്ളിക്കളയും. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നമ്മളാണ് രാജാക്കന്മാർ. അല്ല പിന്നെ
മീനെ മറ്റേ 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 പഠിക്കണ മറ്റേ പഠിക്കണ മറ്റേ മീൻ വേണ്ടേ? എന്ത് മീനാണ്? മത്തിയാണ്. മത്തിയാ? വേറൊന്നുമില്ലേ? വേറൊന്നുമില്ല, ബാക്കിയൊക്കെ കഴിഞ്ഞു പോയി. അതിലൊക്കെ ഉണ്ടേ. എന്തായാലും മത്തി 150 ഒരു 125 തരാം ഞാൻ. തീരാനായി സാധനം. പഠിക്കണ മത്തി അതാ നോക്കി നിങ്ങള്. മീൻ വേണോ? ഇന്നലെ മേടിച്ചത് ബാക്കിയുണ്ടെന്നേ. നിങ്ങൾ ഇങ്ങോട്ട് വരും പെങ്ങളെ, മത്തി ഒന്ന് കണ്ടു നോക്കി. നോക്കിയ നല്ല മീനാണോ? അഡ്വാൻസ് ഒന്നും വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളി. ഇതിപ്പോ ബാക്കി മീനെല്ലാം ചെലവായിട്ട് മത്തി അങ്ങനെ ബാക്കിയായി. രാവിലെ 6 മണിക്ക് തുടങ്ങി കച്ചവടല്ലേ, 11 കാലായാലും ഇപ്പൊ. അതോ മത്തരം കൊണ്ടാണോ? അല്ലല്ല, മത്തി ഉസാരം മത്തിയാട്ടോ, ഗ്യാരണ്ടി മത്തിയാ. ആ പാത്രം എടുത്തിട്ട് വാ. പാത്രം എടുത്ത് വരി, അതാണ് കച്ചവടം. ഇതൊക്കെ പോയിട്ടാണ് 150 ഉറുപ്പിക തരാം. വരി വേം വരി. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞേ, ബാക്കി പണിക്ക് പോവാ. വരി. നല്ല മീനാണോ? പെടക്കണ മത്തിയാണ് പെങ്ങളെ. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ കണ്ടോ? ഇത് കുറച്ച് മുളകിടുക, കുറച്ച് പൊരിക്കുകയും ചെയ്യും. നല്ല പരിപ്പിന്റെ കൂട്ടാനുണ്ടാക്കുക. പിന്നെ എന്താ കുറച്ച് മതി, ഞങ്ങൾ രണ്ടുപേരുള്ളൂ. മതി, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ കൂട്ടാലോ. എന്നും കിട്ടൂല അങ്ങനെ. കഴിഞ്ഞ് ഇത്രേ ഉള്ളു സാധനം. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു. എത്രയാണ്? 100? 125 കൂടി തന്നേക്ക്. ഞാനേ കയ്യ് ഇത്ര ഞാൻ എടുത്തിട്ടുള്ളേ. എന്തേ? ഇല്ലല്ല, മീന്റെ വെള്ളമൊക്കെ ഇതിലാക്കിട്ട്. ഇതേ ഈ ബൈക്ക് കൊടുക്കാനുള്ള അത് എന്തേ? മീൻ കച്ചവടത്തിന്റെ പുറമെ ഇതുണ്ടാ? അല്ല, കണ്ടപ്പോഴേ നല്ല ഇതേതാ മോഡൽ ഏതാ അത്? അല്ല ബൈക്കാണല്ലോ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മൊയ്തു എന്നാണ്. മൊയ്തു? എപ്പോഴോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എന്താ പരിപാടി? ഞാൻ മുമ്പ് റിയൽ എസ്റ്റേറ്റ്. ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് മുമ്പ്, നമ്മള് സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ എപ്പോഴോ ഒരു കണ്ട പോലെ. ഇപ്പൊ എന്താ വഴിവരൊക്കെ നിർത്തിയ? റിയൽ എസ്റ്റേറ്റ് ഒന്നും ഇന്ന് നടക്കൂലപ്പാ. അതൊക്കെ ഭയങ്കര പൊളിവായി. പിന്നെ മീൻ കച്ചവടം ചെയ്യും, എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്ത് നമ്മൾ ജീവിക്കണ്ടേ. ഇപ്പൊ അതാ പരിപാടി ഇപ്പൊ. അത് ശരി. ശരിതാ, ആയിക്കോട്ടെ. അതെ ഗ്രീഷ്മ, റിയൽ എസ്റ്റേറ്റ് നടത്തിയിരുന്ന ആളാ മീൻ കച്ചവടം നടത്തുന്നത്. അത് ശരി. പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് എന്താണ്? നല്ല എന്തായി ചങ്ങായി? ആവശ്യത്തിന് ഇവിടെ മുരിങ്ങട തന്നെ ഉണ്ട്. ഏതാ? 3-4 ചാക്ക് കുരുമുളക് പടിഞ്ഞാറ്റിന്റെ അകത്ത് വെച്ച് പൂട്ടി വെച്ചിട്ട് വല്ല കാര്യമുണ്ടാ? കാര്യമുള്ള കാരണല്ലേ ഞാൻ പൂട്ടി വെച്ചേക്കണത്. അത് കരിഞ്ഞ് ചുളിഞ്ഞ് അങ്ങോട്ട് പോവല്ലോ. അത് പോയിക്കോട്ടെ, എനിക്ക് കാരണമായിട്ടല്ല. കയ്യോടെ ഇങ്ങോട്ട് തന്നാ കയ്യോടെ പൈസ ഞാൻ അങ്ങോട്ട് തരും. ആരാ പോട്ടാ മൂപ്പറെടുക്കും. ഉണ്ണേ, ജിബണുള്ള ഒരുവിധപ്പെട്ട മോലൊക്കെ എന്നോട് ഇങ്ങനെ കിളി ശബ്ദത്തിൽ വന്നു കൊണ്ടേണ്ട്. ഞാൻ കിളിയുടെ കൊത്തല് ഇവിടെ നടക്കൂല. ഇത് ഞാൻ വേണ്ട വിധത്തിൽ കച്ചവടം ചെയ്യാൻ പഠിച്ചേക്കണ്. പഴയ കാലം ഒന്നല്ല അപ്പൊ. അതിനൊക്കെ വേറെ കുറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ തരികടയും തട്ടിപ്പൊന്നും എന്റെ അടുത്ത് നടക്കൂല. മനസ്സിലായില്ല എനിക്ക്? അത് മനസ്സിലാക്കിയാൽ മതി. എന്നാ തെക്ക് ഭാഗത്തില്ല മരച്ചീന് കിളച്ച് ഞാൻ കൊണ്ടായാലോ? പൈസ തരും. അതന്നെ ഉണ്ടാവുക. ഈ ഒരു സാധനം ഇവിടുന്ന് എടുക്കൂല. എടുത്ത എന്റെ കയ്യാൻ വിട്ടു. അങ്ങട് മാറിക്കോളെ, കൈ ഫോട്ടോ ഒന്നും എടുക്കട്ടെ. അത് ശരി. മരച്ചീനയും കുരുമുളകും ഞാൻ ഒഴിവാക്കി തരാം. ഞാൻ അന്നെ അങ്ങോട്ട് ഒഴിവാക്കി തരാം. ഇവിടുന്ന് ഒരു മുതല എനിക്ക് കിട്ടൂല.
അതെ ഉണ്ണിയെ, ഞാൻ ഇപ്പൊ ഈ പറമ്പായ പറമ്പ് മുഴുവൻ നടന്നിട്ട് ഇവിടുത്തെ പൂവിന്റെയും പൂമ്പാറ്റനെയും ഫോട്ടോ എടുക്കാൻ നടക്കല്ല. ഞാൻ ഇപ്പൊ അതാ ഈ തേക്കിന്റെയും ആ മാതിരി അതിന്റെ വായന്റെയും ആ മാതിരിക്ക് ആ ഇരുമ്പാമ്പുളിയുടെയും ആ മുരിങ്ങാലിയുടെ ഒക്കെ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഇതാ ഈ VLX ഓൺലൈനില് VLX പറഞ്ഞിട്ടൊരു ഒരു ആപ്പ് ഉണ്ട്. അതിൽ കെട്ട് കഴിഞ്ഞാ ഞാൻ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് കുടിയിൽക്ക് അങ്ങോട്ട് കേറുമ്പോഴത്തേക്കും വരും കച്ചവടത്തിന് ആൾക്കാർ. അറിയാ എനിക്ക് എന്നാലും അന്നായിട്ട് വേദാ അന്റെ അത്ര തട്ടിപ്പ് ഓൺലൈനിൽ അറിഞ്ഞൂടാ. ആ ആ ആ വിട്ടോ സകല സസ്യജലാദികളും ഞാൻ വിട്ടു. അയ്യ വിടന്നെ അല്ലേ ഇവിടുന്ന്. കേക്ക് ആ താലിയില് 3-4 കാര്യമുണ്ടല്ലോ, ആ അതിന്റെ ചാണം അത് ഉണ്ണി കൊണ്ടുപോയിക്കോളാം. നന്നായി. ആ നന്നായി നന്നായി. സനക്ക് സന്തോഷം ഉണ്ടാവും. പറഞ്ഞോ. ആ ഏടാ ചേങ്ങ ഈ ചാണകം ഉണ്ടല്ലോ, അതിന്റെ അത്ര ഇപ്പൊ കച്ചവടം നടക്കണ ഒരു സാധനം ദുനിയാവിലില്ല. അറിയാ എനിക്ക്. ഞാൻ ആ ചാണകം ഉണക്കി പൊടിച്ച് പേക്ക് ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കടത്തും. എന്താ ഡിമാൻഡ്. ഇപ്പൊ പശുവിന് തൂറാൻ നേരല്ല, അപ്പോഴത്തേക്ക് എടുക്കാൻ ആളാ. മനസ്സിലായി എനിക്ക്. ഒരു പരിപാടി നടക്കൂല. ഇനിയിപ്പൊ എന്റെ ചാണകം ഉണ്ട്, എനിക്ക് പറ്റിച്ച് കൊണ്ടേക്കോ. ഇവിടെ ഒരു പരിപാടി നടക്കൂല ഉണ്ണേ. അനക്ക് എന്റെ ഒരു മുതലും കിട്ടൂല. അതെ കേക്കണ എനിക്ക്. ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ചട്ടി ഉണ്ടല്ലോ, അതുണ്ട്. അത് പടുത്ത് പോകും. അത് ഞാൻ കഴുകി ഉണക്കി നന്നായിട്ട് ഇസ്തിരി ഇട്ടിട്ട് ഈ ഓൺലൈൻ VLX-ൽ ഇട്ട് കഴിഞ്ഞാ അതിന് വരപ്പെട ആളാ. എന്താ മനസ്സിലാക്കി. കാലൊക്കെ മാറിയടോ. ഇപ്പൊ ഇതില മുഴുവൻ കളി. അന്റെ ഈ ബേഗു ഇജുണ്ടല്ലോ ചെതല് പിടിച്ചു പോവും. കൊറേ തട്ടിച്ചില്ലേ ഇനി കിട്ടൂല. എന്നാ ഉണ്ണിച്ച് പൊക്കോ. നമുക്ക് ചായ കുടിച്ചിട്ട് പോവാ. എവിടുന്ന്? അതൊക്കെ ഇപ്പൊ ഓൺലൈൻ വഴി വരുത്താ. ഞാൻ ഇവിടെ വിചാരിച്ച നേരത്തൊന്നും കിട്ടൂല. ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ ആളില്ല. VLX-ൽ എല്ലാ സാധനം കിട്ടും. ഇപ്പൊ പഴയ ചായ വേണമെങ്കിൽ VLX-ൽ കിട്ടും. മനസ്സിലാവണ്ട എനിക്ക്. പോവാൻ നോക്കിയോ ഈ